മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ആദില, നൂറ, ജിസേൽ എല്ലാം ഇരുന്ന് സംസാരിക്കുകയാണ്. നെവീനെ കുറിച്ചാണ് അവർ ഇപ്പോൾ സംസാരിക്കുന്നത്. ജിസേൽ പറയുന്നത് നെവീന് ആരെയും കൊണ്ടെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അവരുമായി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുകയുള്ളൂ. അവൻ്റെ നീഡ്സിനനുസരിച്ചാണ് അവൻ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദിലയും പറയുന്നുണ്ട്, അത് ശരിയാ, അവൻ വന്ന സമയത്ത് നിന്നോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ, ഇവിടുന്ന് ഇറങ്ങുമ്പോൾ നിന്റെ കൂടെ ഞാൻ വരാം, എന്നെ ദുബായിൽ കൊണ്ടുപോകുമോ എന്നൊക്കെ. ആ സമയത്ത് അവൻ അതിനു വേണ്ടിയാണ് നിന്നോട് കൂട്ടുകൂടിയത്. അപ്പോൾ ജിസേൽ പറയുന്നത്, നെവിൻ എന്നോട് പറയുന്നത് ഇവിടെ വെച്ച് നമുക്ക് ഫ്രണ്ട്ഷിപ്പ് വേണ്ട, പുറത്തിറങ്ങിയിട്ട് ഫ്രണ്ട്സ് ആവാമെന്ന്. എനിക്കത് വേണ്ട, എനിക്ക് ഇവിടെ വെച്ച് ഫ്രണ്ട്സ് ആയവർ മതി, പുറത്തും ഫ്രണ്ട്സ്. ടാസ്ക് വേറെ, നോമിനേഷൻ വേറെ. ആ സമയത്ത് ഫ്രണ്ട്ഷിപ്പ് നോക്കണ്ട. അല്ലാതെ നോർമൽ ഇരിക്കുന്ന സമയത്തും നമുക്ക് ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കാമല്ലോ. അല്ലാതെ ആ സമയത്തും വെറുപ്പ് വെച്ച് മിണ്ടാതിരുന്ന് ഇവിടെ ഫ്രണ്ട്സ് അല്ല, പുറത്തിറങ്ങിയിട്ട് ഫ്രണ്ട്സ് ആവാന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് അങ്ങനത്തെ ഒരു ഫ്രണ്ട്സിനെ വേണ്ട. ഇവിടെയും ഫ്രണ്ട്സ് ആവണം. ടാസ്കും നോമിനേഷനും ഞാൻ ഗെയിമായിട്ട് തന്നെ എടുക്കുന്നു. അല്ലാത്ത സമയത്തെങ്കിലും എന്നോട് മിണ്ടണം. എനിക്ക് അങ്ങനത്തെ ഫ്രണ്ട്സ് മതിയെന്ന് ജിസേൽ പറയുന്നു. ജിസേൽ പറഞ്ഞതുപോലെ നെവീൻ്റെ ഫ്രണ്ട്ഷിപ്പ് അത്തരത്തിലുള്ളതാണ് കേട്ടോ. ഒന്നെങ്കിൽ നെവീന് എന്തെങ്കിലും ആവശ്യമുണ്ടാവണം ആ വ്യക്തിയെ കൊണ്ട്, അല്ലെങ്കിൽ കൂടുതൽ വോട്ടുള്ളവർക്ക്, കൂടുതൽ സപ്പോർട്ടുള്ളവർ, അവരോടൊക്കെയാണ് നെവീൻ്റെ ഫ്രണ്ട്ഷിപ്പ്. കാരണം കഴിഞ്ഞ ദിവസം വരെ അനുമോൾ, ആദില, നൂറ അവരോടൊക്കെ ആയിരുന്നു കുറച്ച് കമ്പനി. ജിസേലിൽ നിന്നും നെവീൻ എന്തോ ബാഡ് എക്സ്പീരിയൻസ് കിട്ടി, അതുകൊണ്ടാണ് ജിസേലിനെ പിന്നിൽ നിന്ന് കുത്തിയത് എന്നൊക്കെയാണ് നെവീൻ പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഫാമിലി വീക്ക് തുടങ്ങിയതിൽ പിന്നെ പുറത്തെ കാര്യങ്ങളെക്കുറിച്ച് എല്ലാവർക്കും ചെറിയ രീതിയിലൊക്കെ ഹിൻഡ് കിട്ടി തുടങ്ങി. അതായത് അനീഷിന് അത്യാവശ്യം ഫാൻസ് പവറുണ്ട്, ഷാനവാസിനുണ്ട് എന്നൊക്കെ. അതുകൊണ്ടാണോ എന്നറിയില്ല ഇത്രയും ദിവസം മിണ്ടാതിരുന്ന ഒരു വ്യക്തിയോട്. അതായത് ഷാനവാസ് നെവീൻ ആ ഒരു ഇഷ്യൂ ഉണ്ടായല്ലോ, അതിൽ പിന്നെ നെവീൻ ഷാനവാസിനോട് മിണ്ടിയിട്ടില്ല. ലാലേട്ടൻ്റെ മുമ്പിൽ വെച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും മാപ്പ് പറഞ്ഞെങ്കിലും അതിനുശേഷവും അവരങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടിയിട്ടില്ല. എന്നാൽ ഫാമിലി വീക്കൊക്കെ കഴിഞ്ഞ് ഇന്ന് രാവിലെ ഷാനവാസിനോട് നെവീൻ അങ്ങോട്ട് പോയി സംസാരിക്കുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ ഷാനവാസിന് പുറത്ത് ഫാൻസ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടാവാം, ഷാനവാസിൻ്റെ വോട്ടിന് വേണ്ടിയാവാം. എന്തായാലും നെവീൻ ഇപ്പോൾ ഷാനവാസിനോട് ഇരുന്ന് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ആവശ്യത്തിനനുസരിച്ച് ഫ്രണ്ട്സിനെ ചേഞ്ച് ചെയ്യുന്ന ഒരാളുമായിട്ട് ഫ്രണ്ട്ഷിപ്പിന് താല്പര്യമില്ല എന്നാണ് ജിസേൽ ഇപ്പോൾ പറയുന്നത്. അത് അതിൽ ശരിവെക്കുന്നുമുണ്ട്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.